ഞാൻ പ്രിയങ്കയുടെ ജ്യേഷ്ഠനാണ്. ഞാൻ സംസാരിക്കുന്നത് എൻ്റെ കുടുംബാംഗങ്ങളോടാണ്. അതുകൊണ്ട് എൻ്റെ സഹോദരിക്ക് കുറച്ച് ഉപദേശം നൽകാനുള്ള സ്വാതന്ത്ര്യം ഞാൻ എടുക്കുന്നു. വയനാട്ടിൽ പ്രിയങ്ക ഗാന്ധിക്ക് നൽകിയ സ്വീകരണ യോഗത്തിൽ രാഹുൽ ഗാന്ധി ഇങ്ങനെയാണ് പറഞ്ഞത്. Priyanka's elder brother. ഞാൻ പ്രിയങ്കയുടെ മൂത്ത സഹോദരനാണ്. And I'm talking to my family. ഞാൻ ഇവിടെ എന്റെ കുടുംബാംഗങ്ങളോടാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. So I will take the liberty of giving her some advice in front of you. അതുകൊണ്ട് ഞാൻ നിങ്ങളുടെ മുമ്പിൽ എന്റെ സഹോദരിക്ക് കുറച്ച് ഉപദേശം കൊടുക്കാനുള്ള സ്വാതന്ത്ര്യം എടുക്കുകയാണ്. I know she knows this already, but I'll say it anyway. എനിക്കറിയാം എന്റെ സഹോദരിക്ക് ഇത് ഇപ്പൊ തന്നെ അറിയാം, പക്ഷെ ഞാൻ എന്തായാലും അത് പറയാൻ പോവുകയാണ്. That in whatever decision you take, the guide should always be the people of Wayanad. എന്ത് തീരുമാനം നിങ്ങൾ എടുത്താലും എന്റെ സഹോദരിയോട് ഞാൻ പറയുകയാണ്, അതിൽ നിങ്ങളുടെ മാർഗദർശി വഴികാട്ടി എന്ന് പറയുന്നത് വയനാട്ടിലെ ജനങ്ങളായിരിക്കണം. There are many people who claim to have knowledge, bureaucrats, big officers, but true knowledge always resides with the people. ഇവിടെ ഒരുപാട് ആളുകൾക്ക് അറിവുള്ള ഒരുപാട് ആളുകളുണ്ട്, ഉദ്യോഗസ്ഥരുണ്ട്, ബ്യൂറോക്രാറ്റുകളുണ്ട്. പക്ഷേ യഥാർത്ഥ അറിവെന്ന് പറയുന്നത് എപ്പോഴും ഉള്ളത് ജനങ്ങളിലാണ്. ജനങ്ങൾക്കാണ് യഥാർത്ഥ അറിവുള്ളത്. You want to understand about rice, go to a farmer. നിങ്ങൾക്ക് നെല്ലിനെ പറ്റി അറിയണം, അരിയെ പറ്റി അറിയണം, നിങ്ങൾ ആരുടെ അടുത്തേക്ക് പോകണം? ഒരു കർഷകന്റെ അടുത്തേക്ക് പോകണം. You want to understand the market, go to a shopkeeper. നിങ്ങൾക്ക് മാർക്കറ്റിനെ കുറിച്ച്, വിപണിയെ കുറിച്ച് അറിയണം, നിങ്ങൾ ഒരു കച്ചവടക്കാരന്റെ അടുത്തേക്ക് പോകണം. You want to understand the school system, go to the children, go to the teachers, go to the headmasters. നിങ്ങൾ ഒരു സ്കൂൾ സംവിധാനത്തെ കുറിച്ച് നിങ്ങൾക്ക് മനസ്സിലാക്കണം, നിങ്ങൾ കുട്ടികളുടെ അടുത്തേക്ക് പോകും, നിങ്ങൾ അധ്യാപകരുടെ അടുത്തേക്ക് പോകും, നിങ്ങൾ ഹെഡ് മിസ്ട്രസിന്റെ അടുത്തേക്ക് പോകണം. And I'm sure that she's going to do that. She's going to go to all of you and listen to you. എനിക്കറിയാം എന്റെ സഹോദരി തീർച്ചയായിട്ടും അത് ചെയ്യാൻ പോവുകയാണ്. എന്റെ സഹോദരി നിങ്ങളുടെ എല്ലാവരുടെയും അടുത്തേക്ക് വന്ന് നിങ്ങളെ കേൾക്കാൻ പോവുകയാണെന്ന് എനിക്കറിയാം. Understand what is disturbing you. Understand what is making you happy. Understand what is frightening you. നിങ്ങളെ എന്താണ് ബുദ്ധിമുട്ടിക്കുന്നത്, നിങ്ങളെ സന്തോഷിപ്പിക്കുന്നത് എന്താണ്, നിങ്ങളെ പേടിപ്പിക്കുന്നത് എന്താണ് എന്ന് മനസ്സിലാക്കാൻ എന്റെ സഹോദരി നിങ്ങളുടെ അടുത്തേക്ക് വരുമെന്ന് എനിക്കറിയാം. And respect the millions of people whose feeling has sent you to the Lok Sabha in the first place. അതുമല്ല, നിങ്ങളെ എന്റെ സഹോദരിയെ ലോക്സഭയിലേക്ക് അയച്ച ലക്ഷക്കണക്കിന് ആളുകളുടെ ഹൃദയവികാരങ്ങളെ ബഹുമാനിക്കുക എന്നതും എന്റെ സഹോദരി ചെയ്യും. അതും ഉപദേശമായി ഞാൻ പറയുകയാണ്. And I have said it many times that she is your official member of parliament, I am your unofficial member of parliament. ഞാൻ നിങ്ങളോട് ഇത് പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. എന്റെ സഹോദരി ഇന്ത്യൻ പാർലമെന്റിലെ നിങ്ങളുടെ ഔദ്യോഗിക ജനപ്രതിനിധിയാണ്, പക്ഷെ ഞാൻ നിങ്ങളുടെ അനൌദ്യോഗിക ജനപ്രതിനിധിയാണ്. Only Wayanad has this, no other constituency has this. വയനാട്ടിന് മാത്രമേ ഉള്ളൂ, വേറെ ഒരു നിയോജക പാർലമെന്റ് മണ്ഡലത്തിലും ഇങ്ങനെ രണ്ട് ജനപ്രതിനിധികളില്ല. And so if you need something repeated, I'm always there to do so. നിങ്ങൾക്ക് എന്തെങ്കിലും വേണമെങ്കിൽ ഞാൻ എല്ലായ്പ്പോഴും നിങ്ങൾക്ക് വേണ്ടി അവിടെ